എൻ്റെ പേര് സജ്ന അസ്ലം. ഞാൻ ട്രിവാൻഡ്രം പാലോട് നിന്ന് വരുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മെക്സിക്കൻ പ്ലസ് ഇന്ത്യൻ റെസിപ്പിയാണ്. കജർ ഹൽവ മോൾ കേക്കാണ്, ചോക്ലേറ്റ് മോൾ കേക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നമുക്ക് ആദ്യമായിട്ട് ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കടായി ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. നിറം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഒരു 3/4 കപ്പോളം പാല് ചേർത്ത് ക്യാരറ്റ് വേവിച്ചെടുക്കണം. പാല് നന്നായിട്ട് വറ്റുന്നവരെയും വേവിച്ചെടുക്കുക. പാല് വറ്റി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. മധുരം കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ആൽമണ്ട്സും പിസ്ത കൂടി ചോപ്പ് ചെയ്ത് വെച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് തണുപ്പിക്കാനായിട്ട് മാറ്റാം. ഇനി അടുത്ത് നമ്മൾ ബാറ്ററാണ് റെഡിയാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് സ്പഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മോഡിൽ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നമുക്കതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണേ. ഒരു പിഞ്ച് സോൾട്ടും അതുപോലെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, വളരെ കുറച്ചൊരു 1/8 ടീസ്പൂണൊക്കെ മതിയാവും. കാശ്മീരി ചില്ലി പൗഡറും ഏലക്ക പൊടിച്ചതും. അപ്പം നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്ക് അതിലേക്ക് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. കാര്യം മുട്ടയും വളരെ 2 എണ്ണ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. മുഴുവൻ ഫ്ലോറും ചേർത്ത് നമുക്ക് ഫുള്ളായിട്ട് ബാറ്റർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഹൽവയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുക്കുന്നത്. നമുക്ക് ബാറ്റർ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബാറ്റർ റെഡി ആവുന്നതിനിടയ്ക്ക് നമുക്ക് ഇതിന് വേണ്ടി ഫില്ലിംഗ് ആയിട്ടുള്ള ഗനാഷ് കൂടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കാം. ക്രീം ചൂടായി വരുമ്പോഴത്തേക്കും മാറ്റി വെച്ചേക്കുന്ന ചോക്ലേറ്റ് കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെ ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡറും നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതിൽ കുറച്ച് ബദാമും കുറച്ച് പിസ്തയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത പിസ്തയും ബദാമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കേക്ക് ആവുന്നതിനിടയ്ക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഹൽവ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് സ്പഞ്ചിൽ. മെക്സിക്കൻ പ്ലസ് ഇന്ത്യൻ ഫ്യൂഷൻ. മെക്സിക്കയിൽ വരുമ്പോഴത്തേക്കും സ്പൈസസ് നട്ട്സ് നമ്മുടെ ചില്ലിയാണ് കൊടുക്കുന്നത്. ചില്ലിയും നമ്മുടെ പിസ്ത നട്ട്സൊക്കെയാണ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ലെയർ ചെയ്യാനായിട്ടാണ് ക്യാരറ്റ് ഹൽവ ചെയ്യുന്നത്. ഇന്ത്യനായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്കിൽ മെക്സിക്കൻ ഫ്ലേവർ കൊടുത്താണ് മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് മെക്സിക്കൻ. അതിനകത്ത് ആ ഇന്ത്യൻ ഫ്ലേവർ എന്ന് പറയുന്ന ഫ്യൂഷൻ വരുന്നത് ക്യാരറ്റ് ഹൽവ വെച്ചിട്ട്. ഓ നൈസ്. പല പല സംഗതികൾ ഇങ്ങനെ നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ കറക്റ്റ് വെളിയിൽ വരുന്ന ഒരു റൗണ്ടാണല്ലേ ഇത്? എന്താണ് ഈ റൗണ്ടിനെ കുറിച്ച് അങ്ങനെയല്ലേ തോന്നുന്നു? അല്ല, നമ്മൾ സാധാരണ ഹോം ബേക്കറാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നോർമലി അത്രയും വലിയ ഡെവലപ്പായിട്ട് അങ്ങ് ചിന്തിക്കുന്നില്ല. നോർമലി ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ തീരാറായിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് ഈസ് ഗെറ്റിംഗ് റെഡി. മെക്സിക്കൻ, നോർവീജിയൻ, മെക്സിക്കൻ.
നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓവനിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ലെയറാക്കി എടുക്കാം. 2 ലെയറായിട്ടാണ് കേക്ക് എടുക്കുന്നത്. നമ്മുടെ കേക്ക് നമുക്കിനി ലെയറാക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി മുകളിലെ ഭാഗം മാത്രമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്ലേറ്റിലാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ലെയർ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഗനാഷെ നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിലായിട്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവ. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ആൽമണ്ട്സും പിസ്തയും കൂടി ചേർത്ത് ഇത്തിരി ചില്ലി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ അടുത്ത ലെയർ വയ്ക്കാം. മുകളിലേക്ക് ബാലൻസ് വന്ന് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കാം. ബാലൻസ് നട്ട്സും ആൽമണ്ട്സും കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ചില്ലി പൗഡർ കൂടി നമുക്ക് അതിന് മുകളിലായിട്ട് കൊടുക്കാം. ഒരിത്തിരി കൊക്കോ പൗഡർ കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് മോൾ ഗജർ ഹൽവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ കൂടെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ജഡ്ജസിന് സെർവ് ചെയ്യാം. ഇവിടെയും കഴിഞ്ഞു പരിപാടി അല്ലേ? യെസ്, ഗാജർ ഹൽവയുടെയും ചോക്ലേറ്റ് മെക്സിക്കൻ ഓക്കെ ചില്ലി ഫ്ലേവറും കൂടി ചേർന്ന് വരുന്നു ഫ്യൂഷൻ. എന്ത് പറയണു, ഫൈനൽ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടിയോ? കിട്ടി, ഹാപ്പി അല്ലേ? ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ? അല്ല, ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റ തവണയെ ട്രൈ ചെയ്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതിനൊക്കെ അപ്പോൾ കുറച്ച് കറക്ഷൻ അതിൽ വന്നായിരുന്നു. അപ്പോൾ വീണ്ടും ഒന്നുകൂടി അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറ്റി റെസിപ്പിയിൽ കുറേ ചേഞ്ചൊക്കെ വരുത്തി, എൻ്റെതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്നു. അപ്പോൾ കട്ട് ചെയ്ത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എടുത്ത് കഴിച്ചാൽ